നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. BLO അനീഷ് ജോർജിന്റെ ആത്മഹത്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്മർദ്ദം മൂലമെന്ന് അധ്യാപക സർവീസ് സംഘടന സംയുക്ത സമരസമിതി. പാലക്കാട് ചീഫ് ഇലക്ഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. കേരളത്തിലെ SIR നീട്ടിവെക്കണമെന്ന സർക്കാരിൻ്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരാകരിച്ചതിനു പിന്നിൽ നിഗൂഢതയുണ്ടെന്ന് NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് MA അജിത് കുമാർ. തൃശൂർ പോട്ടയിൽ കഞ്ചാവ് വേട്ട. 9 കിലോ കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശികൾ അറസ്റ്റിൽ. പ്രതികളെ പിടികൂടിയത് സിറ്റി ഡാൻസ് സ്റ്റാഫിന്റെ നേതൃത്വത്തിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഷൊർണൂരിൽ LDF സ്ഥാനാർത്ഥി പട്ടികയായി. മുനിസിപ്പൽ ഭരണം പിടിച്ചെടുക്കുമെന്ന പ്രഖ്യാപനത്തോടെ UDF ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥി പട്ടികയിൽ പരിചയസമ്പന്നർക്കൊപ്പം പുതുമുഖങ്ങൾക്കും അവസരം. സംസ്ഥാന ഖോ ചാമ്പ്യൻഷിപ്പിൽ പാലക്കാടിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും കുതിപ്പ്. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കിരീടം പാലക്കാടിന്, പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കിരീടമുയർത്തി തിരുവനന്തപുരം. ചാമ്പ്യൻഷിപ്പ് നടന്നത് പാലക്കാട് എലപ്പുള്ളിയിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. BLO അനീഷ് ജോർജിൻ്റെ ആത്മഹത്യയ്ക്ക് ഉത്തരവാദി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന അധ്യാപക സർവീസ് സംഘടന സംയുക്ത സമരസമിതി. അമിത ഭാരമേൽപ്പിക്കുന്ന കമ്മീഷൻ നിലപാടിൽ പ്രതിഷേധിച്ച് സമരസമിതി പാലക്കാട് ചീഫ് ഇലക്ഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സർക്കാർ ജീവനക്കാർ എന്ന നിലയിലാണ് BLOമാരെ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഏറ്റവും താഴെ തട്ടിൽ ഈ ജോലി നിർവഹിക്കാൻ ബാധ്യസ്ഥരായ നിയോഗിക്കപ്പെട്ടവർ എന്ന നിലയിൽ എല്ലാ ഭാരവും അവരിലേക്ക് വന്നു. BLOമാരെ മാത്രമല്ല, അതിനെ സൂപ്പർവൈസ് ചെയ്യുന്ന തൊട്ടുമുകളിൽ വില്ലേജ് തലത്തിൽ ഉദ്യോഗസ്ഥർ നിയോഗിച്ചിട്ടുണ്ട്. താലൂക്ക് തലത്തിൽ 4 or 5 ഡെപ്യൂട്ടി തഹസിൽദാർമാർ അതിന്റെ ചുമതല സൂപ്പർവിഷനുണ്ട്. അതിന് മുകളിൽ കളക്ടറേറ്റിൽ നിന്ന് ഇലക്ഷന്റെ ഡെപ്യൂട്ടി കളക്ടറും EROമാരുമുണ്ട്. ചീഫ് ഇലക്ടറൽ ഓഫീസർ മുതൽ താഴെ വില്ലേജ് തലം വരെയുള്ള ഉദ്യോഗസ്ഥ സംവിധാനം ഈ BLOമാരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്, ഈ SIRന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നുണ്ട്. അവരിലെല്ലാം ഉണ്ട് ഈ സമ്മർദ്ദം. ഇപ്പോൾ ഒരു BLO പയ്യന്നൂരിൽ അനീഷ് ജോർജ് എന്ന ചെറുപ്പക്കാരൻ ജീവനൊടുക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ക്രമീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട അമിതഭാരമാണ് SIR പ്രവർത്തനങ്ങളെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. വീടിനെയും താമസക്കാരെയും കണ്ടെത്തുന്നതിന് പുറമെ 2000-ന് ശേഷമുള്ള വോട്ടർ പട്ടികയുടെ പരിശോധന കൂടി SIR പൂർത്തിയാക്കാൻ ആവശ്യമാണ്. ഉദ്യോഗസ്ഥരെ ഇത് ഏറെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. പ്രദേശത്തെക്കുറിച്ചോ സ്ഥലവാസികളെക്കുറിച്ചോ താമസക്കാരെക്കുറിച്ചോ അറിവില്ലാത്ത ഉദ്യോഗസ്ഥരാണ് ഏറെ പ്രതിസന്ധിയിലാകുന്നത്. ഒരു വീട്ടിൽ ഒന്നിലധികം തവണ പോകേണ്ടി വരുന്നത് സമയനഷ്ടത്തിനും കാരണമാകുന്നുണ്ട്. മനുഷ്യത്വരഹിതമായ നടപടികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിച്ചേൽപ്പിക്കുന്നതെന്ന് സംയുക്ത സമരസമിതി നേതാക്കൾ പറഞ്ഞു. അനീഷ് ജോർജിൻ്റെ ആത്മഹത്യയിൽ നിന്ന് കമ്മീഷന് ഒഴിഞ്ഞുമാറാനാകില്ല. ഇതൊരു പാഠമാവണമെന്നും അജിത് കുമാർ പറഞ്ഞു. സമരസമിതി കൺവീനർ MC ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. K മഹേഷ് കുമാർ, K അംജിത് ഖാൻ, മുകുന്ദൻ, R സാജൻ, P സൈതലവി, K സന്തോഷ് കുമാർ, KR രാജേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ പോട്ടയിൽ 9 കിലോ കഞ്ചാവുമായി 2 പേർ പോലീസിന്റെ പിടിയിൽ. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ ഹിൽത്തർ സേഗ്, നൂർ ഇസ്ലാം എന്നിവരാണ് സിറ്റി ഡാൻസ് സ്റ്റാഫിന്റെ പിടിയിലായത്. തൃശൂർ സിറ്റി ഡാൻസ് സ്റ്റാഫിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ ഹിൽത്തർ സേഖ്, നൂർ ഇസ്ലാം എന്നിവരെയാണ് സിറ്റി ഡാൻസ് സ്റ്റാഫ് അറസ്റ്റ് ചെയ്തത്. വെസ്റ്റ് ബംഗാളിൽ നിന്ന് കോയമ്പത്തൂരിൽ എത്തിച്ച കഞ്ചാവ് ബൈക്ക് മാർഗമാണ് ഇരുവരും പോട്ടയിൽ എത്തിച്ചത്. പുലർച്ചെയാണ് സംഘം പിടിയിലായത്. തുടർ നടപടികൾക്കായി ഇരുവരെയും ചാലക്കുടി പോലീസിന് കൈമാറി. 9 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂരിൽ മുനിസിപ്പൽ ഭരണം പിടിച്ചെടുക്കാൻ UDF സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷനിൽ ആദ്യഘട്ടം 28 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പ്രധാനമായും പുതുമുഖങ്ങളെ ഇറക്കിയായിരുന്നു പ്രഖ്യാപനം നടത്തിയത്. ഇടതുകോട്ട തകർത്ത് ഷൊർണൂരിൽ മുനിസിപ്പൽ ഭരണം പിടിക്കുക എന്നതാണ് UDFന്റെ ലക്ഷ്യം. ഇതിനായി പ്രവർത്തനങ്ങൾ സജീവമാക്കി. ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച കുളപ്പള്ളി ഗസീബോ ഹെറിറ്റേജിൽ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷൻ നടന്നു. DCC ഉപാധ്യക്ഷൻ TH ഫിറോസ് ബാബു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കാലങ്ങളായി CPMന് ആധിപത്യമുള്ള സ്ഥലത്ത് നിന്ന് CPM ഒരുപാട് പുറകോട്ട് പോയി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന്റെ വോട്ട്
12,000 13,000 വോട്ടിൽ നിന്ന് അത് 9,200 താഴ്ന്നു. BJPയുടെ വോട്ട് 8,000-ഓളം അടുത്തേക്ക് എത്തി നിന്നു. നമ്മുടെ വോട്ടും 1000-ൽ നിന്ന് 7,500 എത്തി നിന്നു. കാരണം ജനങ്ങൾ പണ്ട് CPM-ന് നൽകിയ പിന്തുണ ഇന്ന് കുറഞ്ഞു വരുമ്പോൾ അതിന് എതിരായി ആരാണ് നിൽക്കുന്നത് എന്നാണ് ജനങ്ങൾ നോക്കുന്നത്. ഞാനും നിങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ഈ ഷൊർണൂർ, കൊളപ്പള്ളി, ഈ കൈലാട്, ഈ കണയം, പൊയ്യൂർ പ്രദേശത്താണ്. നമുക്കൊക്കെ ഷൊർണൂരിലെ ജനങ്ങളെ കുറിച്ച് നമുക്ക് കൃത്യമായി അറിയാം. ആദ്യഘട്ടത്തിൽ 28 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. ഇതിൽ നിലവിലെ കൗൺസിലറായ K. കൃഷ്ണകുമാർ, സീന എന്നിവർ ഇത്തവണയും മത്സരരംഗത്തുണ്ട്. പ്രധാനമായും പുതുമുഖങ്ങളെയാണ് മത്സരിക്കാൻ ഇറക്കിയിരിക്കുന്നത്. കൺവെൻഷനിൽ മണ്ഡലം പ്രസിഡന്റ് വിജയ് പ്രകാശ് ശങ്കർ അധ്യക്ഷത വഹിച്ചു. TK ഹമീദ്, K. കൃഷ്ണകുമാർ, VK ശ്രീകൃഷ്ണൻ, TY ഷിഹാബുദ്ദീൻ, ഗോപികൃഷ്ണൻ, TK ബഷീർ, കുട്ടൻ, ആഷിഖ് തുടങ്ങിയവർ സംസാരിച്ചു. ഷൊർണൂരിൽ യഥാർത്ഥ വികസനം വരണമെങ്കിൽ UDF ഭരണത്തിൽ വരണമെന്നാണ് നേതാക്കൾ സൂചിപ്പിക്കുന്നത്. 7 സ്ഥാനാർത്ഥികളുടെ രണ്ടാം ഘട്ട പ്രഖ്യാപനം ഉടൻ നടക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഷൊർണൂർ നഗരസഭയിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. നഗരസഭയിലെ 35 വാർഡുകളുടെയും സ്ഥാനാർത്ഥി പട്ടിക LDF പ്രഖ്യാപിച്ചു. കണയം വെസ്റ്റ് KT ബഷീർ, കണയം ഈസ്റ്റ് ജമീല C, കണയം വായനശാല N ജയപാലൻ, തൃപ്പറ്റ P സ്മിത, കുളപ്പള്ളി UP സ്കൂൾ VK അനുരാജ്, മേൽമുറി ബിന്ദു P, SN കോളേജ് M ശങ്കരൻ, ആറാണി കൃഷ്ണൻ N, വടക്കേക്കര മുരുകൻ M, കവളപ്പാറ E രാജഗോപാലൻ, തത്തങ്കോട് രമണി CJ, കാരക്കാട് അരുൺ P, വായനശാല സൗമ്യ CK, ചുടുവാലത്തൂർ സൗത്ത് വിനോദ് K, ചുടുവാലത്തൂർ സുജാത TP, ആര്യഞ്ചിറ രമ്യാകൃഷ്ണൻ, ടെക്നിക്കൽ ഹൈസ്കൂൾ രുദ്രാചന്ദ്രൻ, പ്രസ് ക്വാർട്ടേഴ്സ് പ്രസന്ന MS, ഷൊർണൂർ ടൗൺ രാജേന്ദ്രൻ G, ചുടുവാലത്തൂർ വെസ്റ്റ് സോമൻ KC, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് സുധ N, ഷൊർണൂർ ടൗൺ വെസ്റ്റ് അഡ്വക്കേറ്റ് സുധീർ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഷീജ PR, ഗണേഷ്ഗിരി സുരേഷ് കുമാർ P, ആന്തൂർക്കുന്ന് ലത T, മുണ്ടായ സൗത്ത് ഗോപിനാഥൻ K, മുണ്ടായ നോർത്ത് ബേബി ഗിരിജ K, നെടുങ്കോട്ടൂർ P സിന്ധു, പരുത്തിപ്പുറ വെസ്റ്റ് VC സിന്ധു, പരുത്തിപ്പുറ ഈസ്റ്റ് പുഷ്പലത K, ആയുർവേദ ഹോസ്പിറ്റൽ M രജിത, മഞ്ഞക്കാട് രജനി TP, അന്തിമഹാകാഞ്ചിറ സന്ധ്യ C, ഹെൽത്ത് സെൻറ്റർ ഗീത K, ചുവന്ന ഗേറ്റ് C രവീന്ദ്രൻ എന്നിവരെയാണ് LDF സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചത്. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. ഐക്യജനാധിപത്യ മുന്നണി കേളശ്ശേരി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. യോഗത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടായിരുന്നു. KPCC ജനറൽ സെക്രട്ടറി K. തുളസി ഉദ്ഘാടനം ചെയ്തു. നമുക്കൊരു നല്ല റിസൾട്ട് വരും എന്നുള്ളത്, പക്ഷേ നമുക്ക് ബീഹാറിൽ നമുക്ക് ആ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ട സ്ഥിതിയും വന്നു. അപ്പൊ ഞാനിവിടെ സൂചിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിലേക്ക് നിരാശ തോന്നാനല്ല, അതൊരു വെല്ലുവിളിയായി ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് നമ്മൾ ഏറ്റെടുക്കണം എന്ന് ആവേശത്തോടു കൂടി പറയാനാണ് ഞാൻ ബീഹാറിലെ കാര്യം ഇവിടെ സൂചിപ്പിച്ചത്. കാരണം ആ ബീഹാറിൽ 65 ലക്ഷം വോട്ടർമാരെയാണ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്താക്കിയത്. 65 ലക്ഷം പേരെ പുറത്താക്കിയെന്ന് മാത്രമല്ല 3 ലക്ഷം പുതിയ വോട്ടർമാർ ഒരു 1-2 ദിവസത്തിനുള്ളിൽ. ചെയർമാൻ TK പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി P. ഹരിഗോവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി P. സന്തോഷ് കുമാർ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. പറളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C. വിനയൻ, N. ശിവദാസൻ, കവിതാ മണികണ്ഠൻ, V. രാജീവ്, രവി തൊണ്ടിയിൽ, PR പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. CPM-ൽ നിന്നും കോൺഗ്രസിലേക്ക് വന്ന 2 പേർക്ക് സ്വീകരണവും നൽകി. കൺവീനർ KS സലീം സ്വാഗതവും MM ബോബൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കണ്ണാടി പഞ്ചായത്തിലെ CPI ഭാരവാഹികളും അനുഭാവികളും രാജിവെച്ച് ആം ആദ്മി പാർട്ടിയിൽ ചേർന്നു. ആം ആദ്മിയിൽ ചേർന്നവരെ സംസ്ഥാന പ്രസിഡന്റ് വിനോദ് മാത്യു തോമസ് സ്വീകരിച്ചു. ജനകീയ വിഷയങ്ങളിൽ നിന്ന് നേതൃത്വം ഒഴിഞ്ഞു മാറുന്നതിൽ പ്രതിഷേധിച്ചാണ് ആം ആദ്മിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്ന് CPI മണ്ഡലം ട്രഷററും കണ്ണാടി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന ഉദയൻ സുകുമാരൻ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കണ്ണാടി പഞ്ചായത്തിലെ CPI ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി ഭാരവാഹികളും അനുഭാവികളുമാണ് ആം ആദ്മിയിൽ ചേർന്നത്. കണ്ണാടി പഞ്ചായത്തിലെയും സഹകരണ ബാങ്കിലെയും സ്ഥാനങ്ങൾ വെച്ചുമാറലുമായി CPI തർക്കം നിലനിന്നിരുന്നു. ഈ വിഷയങ്ങളിൽ കണ്ണാടി LC തീരുമാനത്തിനെതിരായ നിലപാടായിരുന്നു CPI നേതൃത്വം കൈക്കൊണ്ടത്. ഈ പ്രശ്നം ഉണ്ടായ സമയം 2024 ഈ പ്രശ്നം ഉണ്ടായപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് മുഴുവിക്കാനുള്ള സമയം നമ്മൾ തന്നില്ല യാഥാർത്ഥ്യം. ഈ പ്രശ്നം 2024 ഉണ്ടായപ്പോൾ ആ പ്രശ്നത്തിന് ശക്തിയുക്തി എതിർത്ത ഒരേ ഒരു വ്യക്തി ഞാനാണ്.
അതിനുശേഷമാണ് കർണാടകയിലെ പാടശേഖര സമിതി LLMC കമ്മിറ്റിയും പ്രധാനപ്പെട്ട മെമ്പർമാരെല്ലാവരും ചേർന്നുകൊണ്ട് ഈ പരിപാടി നടപ്പിലാക്കരുത് എന്നൊരു തീരുമാനം നടത്തുന്നുണ്ടായിരുന്നു. കൃഷിഭൂമി ഏതെങ്കിലും കൃഷിഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ ആയത് ഉൾപ്പെടുത്തേണ്ടതില്ല എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ല. അതിനുശേഷം മുഖ്യമന്ത്രി ഒരു തീരുമാനം എടുക്കുമ്പോൾ ക്യാബിനറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ടല്ലേ. മന്ത്രിസഭ കേരള നിയമസഭയിൽ തീരുമാനം എടുക്കുന്നത് ക്യാബിനറ്റ് കൂടിയിട്ടാണ്. അതുപോലെ തന്നെ കർണാടക ഗ്രാമപഞ്ചായത്ത് ഒരു തീരുമാനം എടുക്കുന്നത് അറ്റ്ലീസ്റ്റ് കർണാടക ഗ്രാമപഞ്ചായത്തിന്റെ ക്യാബിനറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ അറിയണം. അത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ കർണാടക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിക്കും. അവരതിനുള്ള മറുപടി തരും. കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് 4 ചെയർമാൻമാരാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി പോലും അറിയാതാണ് ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ കർണാടക ഗ്രാമപഞ്ചായത്ത് പബ്ലിഷ് ചെയ്തും അത് പരസ്യത്തിൽ മറ്റേ പേപ്പറിൽ അഡ്വർടൈസ്മെന്റ് കൊടുത്ത് നോട്ടീസ് കൊടുത്തു. ഈ ഒരു കാര്യം കർണാടകയിലെ പഞ്ചായത്ത് പ്രസിഡന്റും CPM-ന്റെ ചില ജനപ്രതിനിധികളും അല്ലാതെ മറ്റൊരു കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെ ഒരു ജനപ്രതിനിധികളും അറിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം. അത് നിങ്ങൾ കാണാതെ പോകരുത്. കോൺഗ്രസ് സ്വാഗതം ചെയ്തെങ്കിലും അത് നിരസിച്ചുവെന്നും ഉദയൻ സുകുമാരൻ പറഞ്ഞു. പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ആം ആദ്മി പാർട്ടി മത്സരിക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ വിനോദ് മാത്യു വ്യക്തമാക്കി. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ആം ആദ്മി പാർട്ടിയെ പോലെ ഒരു വെൽഫെയർ പൊളിറ്റിക്സ് മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വലിയ സാധ്യതയുണ്ട് എന്ന് ഏവരും സമ്മതിക്കുന്നതും നിങ്ങൾ പത്രപ്രവർത്തകർക്ക് അത് ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണെങ്കിലും കഴിഞ്ഞ കാലങ്ങളായിട്ടുള്ള പാർട്ടിയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ചലനങ്ങളുമൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഇത്തവണ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് കേരളത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു രാഷ്ട്രീയ ശക്തിയായി പല പഞ്ചായത്തിലും കടന്നു വരും എന്നുള്ളത് സത്യമാണ്. ആം ആദ്മി പാർട്ടി ജില്ലാ പ്രസിഡന്റ് ടി വേണുഗോപാൽ, ഭാരവാഹികളായ പുഷ്പ ശശികുമാർ, കെ ദിവാകരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് നഗരസഭ 14-ാം വാർഡിൽ കേരള കോൺഗ്രസ് ബിയുടെ അനുജോസ് മത്സരിക്കും. ചരിത്രത്തിൽ ആദ്യമായാണ് പാലക്കാട് ജില്ലയിൽ കേരള കോൺഗ്രസ് ബി മത്സരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നഗരസഭയിൽ CPM മത്സരിക്കുന്ന വാർഡാണ് കേരള കോൺഗ്രസ് ബിക്ക് വിട്ടു നൽകിയത്. സമാനതകളില്ലാത്ത വികസനമാണ് ഇടതു സർക്കാർ കേരളത്തിൽ നടപ്പാക്കിയത്. ഇടതു സർക്കാരിന്റെ ഭാഗമായുള്ള കേരള കോൺഗ്രസ് ബി വഹിക്കുന്ന ഗതാഗത വകുപ്പ് പാലക്കാടിന് സുവർണ കാലഘട്ടമാണ് സമ്മാനിച്ചത്. പാലക്കാട്ട് നിന്നും മൈസൂർ, ബംഗളൂരു, മൂകാംബിക, ഗൂഡല്ലൂർ തുടങ്ങി വിവിധ പ്രദേശങ്ങളിലേക്ക് ബസ് സർവീസ് ആരംഭിച്ചു. ഗതാഗത വകുപ്പും സർക്കാർ നടപ്പാക്കിയ വികസന പദ്ധതികൾ വോട്ടായി മാറുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സ്ഥാനാർത്ഥി നമ്മുടെ സനു ജോസാണ്. ആദ്യമായി പാലക്കാട് ജില്ലയിൽ ഒരു മുനിസിപ്പാലിറ്റി വാർഡിൽ മത്സരിക്കുകയാണ്. നമ്മുടെ കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാൻ ഗണേഷ് കുമാർ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവും കൂടിയാണ്. പിന്നെ അതിനപ്പുറം നമ്മുടെ വികസനമാണ് നമ്മുടെ ലക്ഷ്യം. ഞങ്ങളുടെ വകുപ്പ് ഗതാഗത വകുപ്പാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ചെറിയൊരു മാറ്റം എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന രീതിയിൽ സ്റ്റേറ്റിൽ നിന്ന് എല്ലാ സപ്പോർട്ടും പാലക്കാട് ജില്ലയ്ക്ക് ഇപ്പോൾ ഗതാഗത വകുപ്പ്, KSRTC പല സ്ഥലങ്ങളിലേക്കും ബസ് വിട്ടിട്ടുണ്ട്. ആദ്യമായും ഞങ്ങൾ പാലക്കാട് മൂകാംബിക, പാലക്കാട് കന്യാകുമാരി, പാലക്കാട് മൈസൂർ, പാലക്കാട് ബാംഗ്ലൂർ, പാലക്കാട് കോഴിക്കോട്, അങ്ങനെ കുറേ ബസ്സുകൾ പിന്നെ ഞങ്ങളുടെ വകുപ്പിൽ ഞങ്ങൾക്ക് ഇറക്കിയിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് S വിശ്വനാഥൻ, സ്ഥാനാർത്ഥി AD അനുജോസ്, വൈസ് പ്രസിഡന്റ് MV രാമകൃഷ്ണൻ, യൂത്ത് ഫ്രണ്ട് ബി പ്രസിഡന്റ് അഫ്സൽ, മണ്ഡലം പ്രസിഡന്റ് KP ബാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന UDF ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തൃശൂർ ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങളാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. KMA ബക്കർ അധ്യക്ഷത വഹിച്ചു. മറ്റ് നേതാക്കളായ P അബ്ദുൾ സലാം, PS ഹൈദർ ഹാജി, PV അലി, ഡോക്ടർ ബഷീർ അഹമ്മദ്, ഡോക്ടർ ബഷീർ അഹമ്മദ് ഖുറാനി, PA സുലൈമാൻ, KM ഹംസ, മുഹമ്മദ് ആറ്റൂർ, മുഹമ്മദ് ബിൻഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ സംവരണമായ വാർഡ് 4-ൽ സഹല സലീമും, വാർഡ് 13-ൽ മുംതാസ് നൌഷാദും, വാർഡ് 14-ൽ ഷാജിദ ബഷീർ, വാർഡ് 15 NK ബാലൻ, വടക്കഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മുള്ളൂർക്കര ഡിവിഷൻ റൈഹാനത്ത് KM എന്നിവരാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാലക്കാട് എലപ്പുള്ളിയിൽ നടന്ന സംസ്ഥാന ഖോഖോ ചാമ്പ്യൻഷിപ്പിൽ പാലക്കാടും തിരുവനന്തപുരം ജേതാക്കളായി. ആൺകുട്ടികളുടെ വിഭാഗത്തിലാണ് പാലക്കാടിന്റെ കിരീട നേട്ടം. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരുവനന്തപുരവും ഒന്നാമതായി.
സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മലപ്പുറം ജില്ലയ്ക്കാണ് 2ാം സ്ഥാനം. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പാലക്കാട് ജില്ല 2ാം സ്ഥാനം കരസ്ഥമാക്കി. എലപ്പുള്ളി ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ നടന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ എ. പ്രഭാകരൻ MLA സമ്മാനദാനം നിർവഹിച്ചു. എന്നറിയപ്പെടുന്ന പല ഗ്രാമങ്ങളായി, പണ്ട് പള്ളിക്കാടായിരുന്നു, പിന്നെ കാടാക്കോടായി, പിന്നെ വൈപ്പാലക്കോടായി, എലപ്പുള്ളി അഖിലേന്ത്യാ തലത്തിൽ വിജയം കൈവരിച്ചുകൊണ്ട് വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും ഇത് നിരന്തരം കഠിനമായ പരിശ്രമത്തിന്റെയും തുടർച്ചയായ പരിശീലനത്തിന്റെയും ഒരു മാറ്റുരയ്ക്കലാണ് ഈ മത്സരത്തിൽ നമുക്കുണ്ടായിട്ടുള്ളത്. എലപ്പുള്ളി ശ്രീനാരായണ പബ്ലിക് സ്കൂളും പാലക്കാട് ജില്ലാ ഖോ-ഖോ അസോസിയേഷനും സംയുക്തമായാണ് മത്സരം സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാനും SNES പ്രസിഡന്റുമായ C. ബാലൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് V. ഭവദാസ്, ഖോ-ഖോ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് A. ഹരിദാസ്, ജോയിന്റ് സെക്രട്ടറി C. പ്രസാദ്, ഖോ-ഖോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് G. വിദ്യാധരൻ പിള്ള, SNES ഡയറക്ടർമാരായ N. രാമചന്ദ്രൻ, V. മുരുകദാസ്, R. ഭാസ്കരൻ, രവി എലപ്പുള്ളി, പ്രിൻസിപ്പാൾ S. കൃഷ്ണപ്രസാദ്, NC ഗിരീഷ് കുമാർ, S. ലസിത, M. ശ്രീജിത്ത് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലത്തെ റഫറൻസ് ലൈബ്രറി ആൻഡ് ജനകീയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ KV കാർത്തികേയൻ മാസ്റ്റർ അനുസ്മരണവും അവാർഡ് ദാനവും നടന്നു. ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ പരിപാടി K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പുരോഗമന ആശയത്തിനും രാഷ്ട്രീയത്തിനും അദ്ദേഹം സംഭാവന നൽകിയോ അതിനേക്കാളേറെ ഒരു പക്ഷേ നമ്മോടൊപ്പമില്ലെങ്കിലും മാഷുടെ ഓർമ്മയെ കരുത്താക്കി ഒരു നാട് ഏറ്റവും ശ്രദ്ധേയമായ നിലയിൽ മാഷുടെ ഓർമ്മ പങ്കുവയ്ക്കുകയും ഓർമ്മയെ കരുത്താക്കി കൂടുതൽ പ്രോജ്വലമായ നിലയിൽ നാടിൻ്റെ ഉത്തരവാദിത്തങ്ങളും കടമകളും ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാനാകും. എഴുത്തോല എന്നത് കേവലം അതൊരു മാസിക മാത്രമല്ല എന്നും നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള എഴുത്തുകാർക്ക് അവരുടെ വ്യത്യസ്തമാർന്ന സാഹിത്യരംഗത്തെ അവരുടെ ശ്രദ്ധേയമായ ഇടപെടലുകൾക്ക് പ്രകാശം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റപ്പാലത്തിൻ്റെ വള്ളുവനാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസിദ്ധീകരണവുമായി മാറുന്നുണ്ട് എന്ന് നമുക്ക് കാണാനാകും. അനുസ്മരണ സമ്മേളനത്തിൽ ലൈബ്രറി പ്രസിഡന്റ് E. രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. 2025 എഴുത്തോല KV കാർത്തികേയൻ മാസ്റ്റർ അവാർഡ് VM ഗിരിജയ്ക്ക് K. പ്രേംകുമാർ MLA സമ്മാനിച്ചു. VM ഗിരിജ എഴുതിയ ചിറമണ്ണൂർ ടു ഷൊർണൂർ എന്ന പ്രാദേശിക ചരിത്ര ഗ്രന്ഥത്തിനാണ് അവാർഡ് ലഭിച്ചത്. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മതം, വിശ്വാസം, മാനവികത എന്ന വിഷയത്തിൽ കവി PN ഗോപികൃഷ്ണൻ പ്രഭാഷണം നടത്തി. കാർത്തികേയൻ മാസ്റ്ററുടെ സഹോദരൻ KV സുധാകരൻ, ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവി, പുരോഗമന കലാസാഹിത്യ സംഘം ഒറ്റപ്പാലം മേഖലാ സെക്രട്ടറി DB രഘുനാഥ്, കവി VM ഗിരിജ, ലൈബ്രറി സെക്രട്ടറി IM സതീശൻ, KV കാർത്തികേയൻ്റെ ഭാര്യ K. ദേവയാനി, മകൻ ഋഷി എന്നിവർ സംസാരിച്ചു. നേരത്തെ ജനസംഗീത സഭയുടെ ഗാന സദസ്സോടെയാണ് പരിപാടി ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ജില്ലാ ശാസ്ത്ര കായികമേളയിൽ ഉജ്ജ്വല നേട്ടം കൈവരിച്ച കോട്ടായി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ആഹ്ലാദ പ്രകടനം നടത്തി. സ്കൂൾ പരിസരത്തും തുടങ്ങിയ ആഹ്ലാദ പ്രകടനം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. ഹൈസ്കൂൾ പ്രധാനാധ്യാപിക BD ബിന്ദു മറ്റു അധ്യാപകരും നേതൃത്വം നൽകി. കുത്തനൂർ അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ചരിത്രപ്രസിദ്ധമായ ടിപ്പു സുൽത്താൻ കോട്ടയിലേക്ക് യാത്ര സംഘടിപ്പിച്ചു. കോട്ടായി ഗവൺമെൻറ് ഹൈസ്കൂളിലെ അധ്യാപകൻ KA അജേഷ്, ലൈബ്രറിയന്മാരായ അർച്ചന, വിചിത്ര, എക്സിക്യൂട്ടീവ് അംഗം KV കൃഷ്ണദാസ്, N. സിജി എന്നിവർ നേതൃത്വം നൽകി. വാർത്തകൾ തുടരുന്നു. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് അമ്മയെയും മകനെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. അമ്മയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം മകൻ ആത്മഹത്യ ചെയ്തെന്നാണ് സൂചന.
ശ്രീനാരായണപുരം ചെന്തങ്ക് ബസാർ വില്ലനശ്ശേരി പരേതനായ മോഹനന്റെ ഭാര്യ 61 വയസ്സുള്ള വനജ, മകൻ 38 വയസ്സുള്ള വിജേഷ് എന്നിവരെ ശനിയാഴ്ചയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വനജയെ വീടിനോട് ചേർന്നുള്ള പാചകപ്പുരയിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. വിജേഷിനെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലുമാണ് കാണപ്പെട്ടത്. വനജയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിട്ടുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു ഇവരെന്നും ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാനാവാതെ ബുദ്ധിമുട്ടിലായിരുന്നുവെന്നും പറയുന്നു. വിജേഷിന്റെ അച്ഛൻ മോഹനൻ വർഷങ്ങൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്തതാണ്. സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്നുള്ള മനോവിഷമത്താൽ വിജേഷ് അമ്മയെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തതാണെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ കുഴിക്കോട്ടുകാവ് ക്ഷേത്ര സമീപത്തെ ആളൊഴിഞ്ഞ കിണറ്റിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഏകദേശം 50-നും 60-നും ഇടയിൽ പ്രായം തോന്നിക്കുന്ന പുരുഷൻ്റേതാണ് മൃതദേഹം. ദുർഗന്ധം വമിക്കുന്നതിനെ തുടർന്ന് പരിസരവാസികൾ തെരച്ചിൽ നടത്തിയപ്പോഴാണ് ക്ഷേത്രത്തിനു സമീപം സ്വകാര്യ വ്യക്തിയുടെ വാളൊഴിഞ്ഞ വളപ്പിലെ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത്. 20 ദിവസം പഴക്കമുണ്ട്. ഏകദേശം 50-നും 60-നും ഇടയിൽ പ്രായം തോന്നിക്കുന്ന പുരുഷന്റേതാണ് മൃതദേഹം. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി ഷൊർണൂർ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. ആ സമയം കറുത്ത അടിവസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ക്യാമറ മോഷണം ഹോബിയാക്കിയ യുവാവ് തൃശൂർ സിറ്റി പോലീസിന്റെ പിടിയിലായി. വയനാട് മാനന്തവാടി സ്വദേശി ഫൈസൽ എന്ന ക്യാമറ ഫൈസലാണ് പോലീസിന്റെ പിടിയിലായത്. തൃശൂർ നഗരത്തിലെ ക്യാമറ ഷോപ്പിൽ നിന്നും ലക്ഷങ്ങൾ വില വരുന്ന ക്യാമറകൾ മോഷണം പോയ സംഭവത്തിൽ തൃശൂർ സിറ്റി സാഗോക് സംഘവും ഈസ്റ്റ് പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത്. ഇക്കഴിഞ്ഞ 10-ാം തീയതി രാത്രിയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. തൃശൂർ നഗരത്തിലെ പ്രമുഖ ക്യാമറ ഷോപ്പിൽ നിന്നും ക്യാമറകളും ലെൻസുകളും ഉൾപ്പെടെ 14 ലക്ഷത്തോളം രൂപ വില വരുന്ന സാധനങ്ങളാണ് മോഷണം പോയത്. പുലർച്ചെ CCTV ക്യാമറ കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ട കടയുടമ തൊട്ടടുത്തുള്ള കെട്ടിടത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരെ ഫോണിൽ ബന്ധപ്പെട്ട് പരിസരം വീക്ഷിക്കാനായി പറഞ്ഞെങ്കിലും സംശയാസ്പദമായ യാതൊന്നും കണ്ടെത്തിയിരുന്നില്ല. തുടർന്ന് രാവിലെ കടയുടമ കട തുറക്കാൻ വന്ന സമയത്താണ് ക്യാമറയുടെ ഷട്ടർ പൊളിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. കടയുടമയുടെ പരാതിയിൽ പോലീസ് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണ രീതികളുടെയും സമാനമായ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള കുറ്റവാളികളുടെയും വിവരങ്ങളും മറ്റും ശേഖരിച്ചാണ് പ്രതിയെ പിടികൂടിയത്. കഴിഞ്ഞ മാസം കായംകുളത്തെ പ്രമുഖ ക്യാമറ ഷോപ്പിൽ മോഷണം നടത്തിയതും ഫൈസലാണെന്ന് ഇയാൾ സമ്മതിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂർ കിഴക്കുംപുറം മാങ്ങോട്ടിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നടന്ന മഹാഗണപതി ഹോമം ഭക്തിസാന്ദ്രമായി. ഗണപതി ഹോമത്തോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളും ഉണ്ടായിരുന്നു. പാലക്കുളം ശങ്കരനാരായണൻ നമ്പൂതിരി, മണ്ണൂർ കൈമക്കുന്നത്തുകാവ് ക്ഷേത്രം മുൻ മേൽശാന്തി രാമകൃഷ്ണൻ എമ്പ്രാന്തിരി, ഇല്ലത്തെ കൃഷ്ണപ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഇനി മാറ്റൊലി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന നഗരസഭകളിൽ ഒന്നാണ് പാലക്കാട്. നഗരസഭയിൽ NDA ഭരണം നിലനിർത്തുമോ എന്ന ചോദ്യവുമായാണ് ഇന്ന് മാറ്റൊലി നഗരവാസികൾക്ക് മുന്നിലെത്തുന്നത്. പ്രതികരണങ്ങൾ നോക്കാം. കഴിഞ്ഞ 10 വർഷമായി പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് BJP-യാണ്. BJP-യിലെ അംഗങ്ങൾ തമ്മിലുള്ള തമ്മിലടിയും അവർ നടത്തുന്ന ധൂർത്തും അഴിമതിയും ഓരോ പങ്കുകച്ചവടം നടത്തുന്ന രീതിയിലുള്ള ഭരണമാണ് അവർ നടത്തുന്നത്. കാരണം BJP-യുടെ എല്ലാ കൗൺസിലർമാരും വട്ടിപ്പലിശക്കാരും ഗുണ്ടാസംഘക്കാരും പഴയ വണ്ടിപിടുത്തക്കാരുമൊക്കെയാണ്. ഇവർ ഭരിക്കുന്ന ഈ പാലക്കാട് നഗരസഭയിൽ കമ്മീഷന് വേണ്ടിയല്ലാതെ വേറൊരു ഭരണവും നടത്തുന്നില്ല. അതിനെതിരെ പാലക്കാടൻ ജനത അവരെ തുരത്തി പുറത്താക്കുവാൻ കാത്തിരിക്കുകയാണ്. അതിനുള്ള അവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് പാലക്കാട് നഗരത്തിലെ ജനങ്ങൾ ഒന്നടങ്കം UDF-ന് വോട്ട് ചെയ്ത് UDF-നെ അധികാരത്തിലെത്തിക്കുവാൻ അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. UDF പ്രവർത്തകരും അതിന് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. 10 വർഷത്തെ BJP-യുടെ നഗരഭരണത്തിൽ അസംതൃപ്തരാണ് പാലക്കാട് നഗരത്തിലെ ഓരോ വോട്ടർമാരും. ഗ്രൂപ്പിസവും അധികാര കൊതിയും അധികാര വടംവലിയും മൂലം ഈ 5 വർഷങ്ങൾ പാഴായ 5 വർഷങ്ങളാണ്. യാതൊരു തരത്തിലുള്ള വികസനങ്ങളും സൃഷ്ടിക്കാൻ കഴിയാത്ത വിഭാഗീയ പ്രവർത്തനങ്ങൾ മാത്രം നടത്തിയ ഈ ഭരണസമിതിയെ താഴെ ഇറക്കാനുള്ള ഒരു അവസരത്തിനു വേണ്ടി പാലക്കാടൻ നഗരജനത കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിനൊടുവിൽ, ഈ തിരഞ്ഞെടുപ്പിനൊടുവിൽ NDA നിലംപതിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BLO അനീഷ് ജോർജിന്റെ ആത്മഹത്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്മർദ്ദം മൂലമെന്ന് അധ്യാപക സർവീസ് സംഘടനാ സംയുക്ത സമരസമിതി.
പാലക്കാട് ചീഫ് ഇലക്ഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. കേരളത്തിലെ SIR നീട്ടിവെക്കണമെന്ന സർക്കാരിൻ്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരാകരിച്ചതിനു പിന്നിൽ നിഗൂഢതയുണ്ടെന്ന് NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് MA അജിത് കുമാർ. തൃശൂർ പോട്ടയിൽ കഞ്ചാവ് വേട്ട. 9 കിലോ കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശികൾ അറസ്റ്റിൽ. പ്രതികളെ പിടികൂടിയത് സിറ്റി ഡാൻസ് സ്റ്റാഫിന്റെ നേതൃത്വത്തിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഷൊർണൂരിൽ LDF സ്ഥാനാർത്ഥി പട്ടികയായി. മുനിസിപ്പൽ ഭരണം പിടിച്ചെടുക്കുമെന്ന പ്രഖ്യാപനത്തോടെ UDF ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥി പട്ടികയിൽ പരിചയസമ്പന്നർക്കൊപ്പം പുതുമുഖങ്ങൾക്കും അവസരം. സംസ്ഥാന ഖോ-ഖോ ചാമ്പ്യൻഷിപ്പിൽ പാലക്കാടിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും കുതിപ്പ്. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കിരീടം പാലക്കാടിന്, പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കിരീടമുയർത്തി തിരുവനന്തപുരം. ചാമ്പ്യൻഷിപ്പ് നടന്നത് പാലക്കാട് എലപ്പുള്ളിയിൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.